വേനൽ മഴയെ തുടർന്നുണ്ടായ കാറ്റിൽ രാജാക്കാട് പന്നിയാർകുട്ടിയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടി ഉണ്ടായ വേനൽ മഴയിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പന്നിയാർകുട്ടി കൊള്ളിമല സെന്റ് മേരീസ് UP സ്കൂളിന്റെ 400ഓളം ഓടുകൾ കാറ്റിൽ പറന്നുപോയി. കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സ്കൂളിന് അവധി നൽകിയിരുന്നതിനാൽ കഴിഞ്ഞ ദിവസം പ്രവൃത്തി ദിനമായിരുന്നു. ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ സമയത്തായിരുന്നു കൊടുങ്കാറ്റടിച്ചത്. ക്ലാസ് ഉണ്ടായിരുന്ന കെട്ടിടത്തിന്റെ സമീപത്തെ മുറിയുടെ ഓടാണ് പറത്തിക്കൊണ്ടുപോയതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഈ അടുത്ത കാലത്തും ഉണ്ടാകാത്ത തരത്തിൽ ഞാൻ ഇതുവരെ ഇത്ര വലിയൊരു കാറ്റും മഴയൊന്നും കണ്ടിട്ടില്ല. അത്ര ഭീകരമായ കാറ്റും. ഇവിടെ കിടന്നിരുന്ന കുറേ ഡെസ്കുകളും ബെഞ്ചുകളും കസേരകളും എല്ലാം കാറ്റ് പറപ്പിച്ചുകൊണ്ട് പോയി. ഒപ്പം സ്കൂളിൻ്റെ മറു സൈഡിലുണ്ടായിരുന്ന കുറേ ഭാഗത്തെ ഓട്, ഒരു 400ഓളം ഓട് പറന്നു പോയിട്ടുണ്ട്. അങ്ങനെ പിള്ളേരെല്ലാം വളരെ ഭയപ്പെട്ടു. പക്ഷെ എന്നാലും അധ്യാപകരുടെയും ഇവിടെ ഉണ്ടായിരുന്ന കുറേ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി കുട്ടികളെ അവിടെ നിന്ന് വേഗം ഇപ്പുറത്തെ ഒരു കെട്ടിടം ഉണ്ടായിരുന്ന ഒരു വാർക്ക് കെട്ടിടം അങ്ങോട്ടേക്ക് നമ്മൾ മാറ്റി അവരെ സുരക്ഷിതരായിട്ട് അവിടേക്ക് കൊണ്ടുപോയി. തിണ്ണയിലിട്ടിരുന്ന കസേരകളും ബെഞ്ചുകളും പറത്തിക്കൊണ്ടുപോയി. അധ്യാപകർ കുട്ടികളെ തൊട്ടടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റിയതിനാൽ ആളപായമുണ്ടായില്ല. പള്ളിക്ക് സമീപത്ത് താമസിക്കുന്ന വെട്ടുകാട്ടിൽ ആൻസിയുടെ വീടിന്റെ മുകളിൽ മാവ് ഒടിഞ്ഞു വീണ വീട് പൂർണ്ണമായി തകർന്നു. വീട്ടുപകരണങ്ങളും നശിച്ചു. പ്രദേശത്തെ നിരവധി ആളുകളുടെ പുരയിടത്തിലെ കാർഷിക വിളകളും കാറ്റിൽ നശിച്ചതായി നാട്ടുകാർ പറഞ്ഞു. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അതിന്റെ ഒരു കണക്കുകൾ തിട്ടപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നിറച്ച് കായ്ച്ചു നിന്നിരുന്ന ജാതി മരങ്ങളാണ് നിരവധിയായി ഒടിഞ്ഞു പോയിട്ടുള്ളത്. അതുപോലെ റബ്ബർ മരങ്ങൾ, അതുപോലെ നിരവധി മാവുകൾ, പറമ്പൊക്കെ നാമാവശേഷമായ സ്ഥിതിയിലാണ്. കൊടുങ്കാറ്റാണ് ഇവിടെ ഉണ്ടായത്. ഒരിക്കലും ഉണ്ടാവാത്ത ഒരു വലിയ പ്രതിഭാസമാണ് ഇവിടെ കണ്ടത്. ആളുകൾ ഭയാശങ്കയിലായിരുന്നു. എന്തായാലും ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം മഴയും അരമണിക്കൂറോളം വലിയ കാറ്റുമാണ് ഉണ്ടായത്. വലിയ അപകടങ്ങളൊന്നുമില്ലാതെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് നാട്ടിലുണ്ടായിട്ടുള്ളത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു. ഏലച്ചെടികളും മരച്ചില്ലകൾ വീണ് നശിച്ചിട്ടുണ്ട്.